ആത്മീയ വഴികാട്ടി എന്ന ഈ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോകൾ എൻ്റെ ജീവിത അനുഭവങ്ങളിലൂടെയാണല്ലോ കടന്നുപോയത്. ഈ പ്രാവശ്യം എൻ്റെ ജീവിതത്തിൽ ദൈവം നടത്തിയ അത്ഭുതങ്ങളെക്കുറിച്ച് പറയാം. സത്യം തെളിയിക്കപ്പെടുന്നത് അനുഭവങ്ങളിലൂടെയാണ് എന്നറിയാമല്ലോ. എൻ്റെ യൗവനകാലത്ത് തന്നെ കർത്താവിനെ ഗുരുവായി സ്വീകരിക്കുവാനുള്ള ഭാഗ്യം കിട്ടിയതാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം. ഈ സന്തോഷം മറ്റേത് സന്തോഷത്തേക്കാൾ കവിയുന്നത് തന്നെയാണെന്ന് 36 വർഷത്തെ വിശ്വാസ ജീവിതത്തിൽ നിന്നുകൊണ്ട് എനിക്ക് പറയാൻ സാധിക്കും. ഏതൊരു മാനവ ജീവിതത്തിലായാലും സുഖദുഃഖങ്ങളുടെ വ്യതിയാനങ്ങൾ ഉണ്ടാകും. എത്ര സമ്പത്ത് ഉണ്ടായാലും, ലോകത്തിലെ എത്ര ശ്രേഷ്ഠമായ ജീവിതം നയിച്ചാലും, പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാത്ത, രോഗങ്ങളോട് പോരാടാത്ത, വിരഹവേദന അനുഭവിക്കാത്ത ആരെങ്കിലും ഉണ്ടോ? എന്നാൽ ഈ അനുഭവങ്ങളിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ കൂടെ നിൽക്കുവാനും ആശ്വാസമരുളുവാനും ശക്തി പകരാനും നേർവഴികളിലൂടെ നടത്തുവാനും മരണനേരത്തു പോലും പിരിയാതെ നമ്മോടുകൂടെ വസിക്കുമെന്ന് ഉറപ്പുള്ള പരിശുദ്ധാത്മാവിൻ്റെ ആളത്വം, അതെ, യേശു കർത്താവ് പറഞ്ഞ ആ കാര്യസ്ഥൻ. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ മാഷ എന്ന് വിളിക്കുമ്പോൾ എന്നോട് സംസാരിക്കുന്ന ഒരു വ്യക്തിത്വം, അതാണ് എൻ്റെ ജീവിതത്തിൽ ദൈവം തന്ന ഏറ്റവും വലിയതും വിസ്മയകരവുമായ അത്ഭുതം. എൻ്റെ മകൻ്റെ ജനനവും ഒരു അത്ഭുതമായിരുന്നല്ലോ. ഡോക്ടർമാർ അബോർട്ട് ചെയ്യാൻ നിർബന്ധിച്ചിട്ടും അത് ചെയ്യാതെ എന്നെ പിടിച്ചു നിർത്തിയ എൻ്റെ വിശ്വാസത്തിന്മേലാണ് ജീവിതം മൊത്തം അത്ഭുതങ്ങളാക്കി മാറ്റിയത്. അതുപോലെ രണ്ടാമത്തെ കുഞ്ഞിനെ 7 മാസം പ്രഗ്നൻ്റായിരിക്കുമ്പോൾ ദൈവം എന്നിലൂടെ ഒരു അത്ഭുതം ചെയ്തു. അതെനിക്ക് കഷ്ടം നൽകിക്കൊണ്ടായിരുന്നു. സംഭവം ഇങ്ങനെ ആയിരുന്നു. 7-ാം മാസം ഗർഭിണിയായിരിക്കെ ഞാൻ മുകളിൽ നിന്ന് എന്തോ എടുക്കാനായിട്ട് കസാരയിൽ കയറി പെട്ടെന്ന് വീണു. ബ്ലീഡിംഗ് ആയി. തൃശ്ശൂർ കോർപ്പറേറ്റീവ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റാക്കി. എൻ്റെ ആദ്യ പ്രസവം അറ്റൻഡ് ചെയ്ത ശ്യാമള ഡോക്ടറുടെ ട്രീറ്റ്മെൻറ്റിൽ തന്നെ ആയിരുന്നു. മെറ്റേണിറ്റി വാർഡിലാണ് അന്ന് എന്നെ കിടത്തിയത്. അന്ന് അവിടെ എൻ്റെ ഒരു നാട്ടുകാരി, എൻ്റെ ഏകദേശം പ്രായം വരും, അവൾ 6 മാസം പ്രഗ്നൻ്റായി അബോർട്ട് ചെയ്യാനായി അഡ്മിറ്റായിരിക്കുന്നു. എന്നാൽ ആ കേസ് ഏറ്റെടുത്തിരിക്കുന്നത് ഡോക്ടർ രമണിയാണ്. അവർക്ക് മറ്റൊരു ക്ലിനിക്കുണ്ട്. പക്ഷേ ഈ ഹോസ്പിറ്റലിലും അവരുടെ രോഗികളെ കിടത്തി ട്രീറ്റ്മെൻറ്റ് ചെയ്യാറുണ്ട്. അവരെല്ലാം സെറ്റിൽ ചെയ്ത് ഇവിടെ വന്നിരിക്കുകയാണ്. നാളെ അബോർട്ട് ചെയ്യാൻ നിശ്ചയിച്ച ദിവസം അന്ന് ഡോക്ടർ അവളുടെ സഹോദരനെയും അമ്മയെയും കൂടുതൽ ഇത് ചെയ്യണ്ട എന്ന് കൂടി ഒന്ന് പറയാനായിട്ട് വരികയാണ്. മാത്രവുമല്ല, കുഞ്ഞിന് കയ്യും കാലും ഒക്കെ വച്ചു. അതുകൊണ്ട് പ്രസവിപ്പിച്ച് ഖണ്ഡിച്ച് കളയണമെന്ന് ഡോക്ടർ വളരെ വേദനയോടുകൂടെ അവരോട് പറഞ്ഞു. പക്ഷേ അവർ ഒറ്റ നിർബന്ധത്തിൽ തന്നെ നിന്നു, അബോർട്ട് ചെയ്യണമെന്ന്. ഡോക്ടർ അവസാനം സമ്മതിച്ചു പോയി. ഡോക്ടർ പോയതിന് ശേഷം ഞാൻ അവളുടെ അടുത്ത് ചെന്ന് അബോർട്ട് ഒഴിവാക്കാൻ ഉപദേശിച്ചു. അപ്പോൾ അവൾക്ക് കുഞ്ഞിനെ കൊല്ലാൻ തീരെ താല്പര്യമില്ല. എന്നാൽ പ്രശ്നം പൊറനാട്ടുകര പള്ളിയിലെ കിണറ്റിൽ ഇവളുടെ ഭർത്താവിൻ്റെ ശവം കണ്ടെത്തി. 1 വർഷമായി കോടതിയിൽ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവർ കൊന്നതാണെന്നാണ് കിംവദന്തി. കാരണം ഇവരുടെ വീട് പള്ളിയുടെ തൊട്ടാണ്. അതുകൊണ്ട് സംഭവം ആരും അറിയരുത്. അതിനാണ് അവർ അബോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞത്. ഈ ഗർഭമുണ്ടായത് ഒരു വീട്ടിൽ വേലയ്ക്ക് നിന്നപ്പോൾ അവിടുത്തെ ആൾ പറ്റിച്ചതാണെന്നാണ് അവൾ എന്നോട് പറഞ്ഞത്. മാത്രമല്ല, എന്നെ ഇങ്ങനെയൊക്കെ ആക്കിയതിൽ ആദ്യത്തെ ഉത്തരവാദി പൊറനാട്ടുകര പള്ളിയിലിരുന്ന ഇടവ വികാരിയാണെന്ന് അവൾ എന്നോട് പങ്കുവച്ചു. പള്ളി അടിച്ചു വാരാൻ ചെന്നിരുന്ന ഒരു പെൺകുട്ടിയായിരുന്നു. പാവപ്പെട്ടവരാണ്. ഇവളെ ഫാദർ ദുരുപയോഗം ചെയ്തു എന്നാണ് ഇവൾ പറയുന്നത്. അദ്ദേഹം പിന്നീട് ഒരു കന്യാസ്ത്രീയുമായി കല്യാണം കഴിച്ചു. കത്തോലിക്ക സഭ വിട്ട് സുറിയാനിയിലോട്ട് മാറി. 2 കുട്ടികളായതിനു ശേഷമാണ് മരിച്ചത്. ഈ പെണ്ണും മരിച്ചു കേട്ടോ. ഒരു കാര്യം ഉറപ്പാണ്, ഏത് തെറ്റ് ചെയ്യുമ്പോഴും അത് രഹസ്യത്തിൽ ചെയ്താലും അതിന് തക്ക പ്രതിഫലം ഭൂമിയിൽ വെച്ച് തന്നെ കിട്ടും.
അതിന് വേറൊരു ജന്മത്തിന് കാത്തിരിക്കേണ്ടതില്ല. ഇവളെ ഉപദേശിച്ചിട്ട് കാര്യമില്ലെന്ന് മനസ്സിലാക്കിയപ്പോൾ ഞാൻ ഇവൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ട് കിടന്നു. അന്ന് എനിക്ക് ഉറക്കം വന്നില്ല. ആ കുഞ്ഞിനെ കൊല്ലുന്നതോർത്ത് വളരെ വേദന തോന്നി. അന്ന് കാലത്ത് തന്നെ ലേബർ റൂമിലേക്ക് പോകേണ്ടി വന്നപ്പോൾ ഡോക്ടർ രമണി അവിടെ ഉണ്ട്. ഞാൻ പെട്ടെന്ന് ഡോക്ടറുടെ അടുത്ത് ചെന്ന് പറഞ്ഞു, ഡോക്ടർ, അബോർട്ട് കേസ് ഡോക്ടർ ഏറ്റെടുക്കരുത്. അവർക്ക് ഒരു കേസുണ്ട്. അവർ എൻ്റെ നാട്ടുകാരിയാണ്. ഇത്രയേ പറഞ്ഞുള്ളൂ. ഡോക്ടർ അവരുടെ അമ്മയുടെ അടുത്തേക്ക് വന്നു. എനിക്ക് കേസ് എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. നിങ്ങൾക്ക് കോടതിയിൽ കേസുണ്ടെന്ന് ഞാൻ അറിഞ്ഞു. അങ്ങനെ ആ ഡോക്ടർ അത് ഒഴിവാക്കി. അപ്പോൾ അവർ ആസ്പത്രി വിടാൻ നേരം എനിക്ക് ഉള്ളിലാകെ ഒരു പ്രയാസം. ഇനി ഈ കുട്ടി വല്ല അവിവേകം കാണിക്കുമോ? ഞാൻ ഓടിച്ചെന്ന് അവരോട് പറഞ്ഞു, നീ പുല്ല ആശ്രമത്തിലേക്ക് പോകണം. ഞാൻ നിന്നെ അതിന് സഹായിക്കാം. കുഞ്ഞിനെ പ്രസവിച്ച് അവിടെ കൊടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വീകരിക്കാം. അങ്ങനെ അവൾ പുല്ലെ ആശ്രമത്തിൽ പ്രസവിച്ച് 1.5 വർഷത്തിന് ശേഷം ഒരു ആൺകുഞ്ഞിനെയും കൊണ്ട് വീട്ടിലേക്ക് വന്നു. ഞാൻ പിന്നീട് അറിഞ്ഞത് ആ കുഞ്ഞിനെ സഹോദരൻ വളർത്തിയെന്നാണ്. സഹോദരന് കുട്ടികളില്ലായിരുന്നു. ഇവൾ വിവാഹം കഴിച്ചു, ഒരു പെൺകുഞ്ഞുണ്ടായി. അതിനുശേഷം ഇവളും മരിച്ചു. ഇത് അത്ഭുതമാണോ എന്ന് ചോദിച്ചാൽ എനിക്കിത് അത്ഭുതമാണ്. പെറ്റമ്മ നിന്നെ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല എന്ന ദൈവത്തിൻ്റെ വലിയൊരു അത്ഭുതം. അടുത്ത ഒരു അത്ഭുതം, എൻ്റെ മകളുടെ പഠനം കോയമ്പത്തൂർ മൈക്കിൾ ജോബ് കോളേജിൽ ആണെന്ന് പറഞ്ഞല്ലോ. അവിടെ ഫീസില്ലാതെയാണ് ചേർത്തത്. പകരം അവിടെ 1 വർഷം ബോണ്ട് ചെയ്യണം. ശേഷം അവിടെ തന്നെ മാസ്റ്റർ ബിരുദം സുവോളജിക്ക് ചേരാം. MSc ബയോടെക്നോളജി അവിടെ ഇല്ല. എനിക്കതിൽ നല്ല വിഷമം ഉണ്ടായിരുന്നു. പിന്നെ നെഹ്റു കോളേജിൽ പഠിപ്പിക്കാം. അവിടെ ഒരു സെമസ്റ്ററിന് 40,000 രൂപയാണ്. ഇതെനിക്ക് താങ്ങൂല. അതുകൊണ്ട് എൻ്റെ വിഷമം ഞാൻ കർത്താവിനോടായി പങ്കുവച്ചു. ഒരു വചനഭാഗം കിട്ടി. പ്രാർത്ഥിച്ച് വചനമെടുക്കുന്നൊരു സ്വഭാവം അന്നും എനിക്കുണ്ടായിരുന്നു. കർത്താവിൻ്റെ കാൽ കണ്ണുനീരിൽ കൊണ്ട് കഴുകി തൈലം പൂശിയ മറിയത്തിൻ്റെ ഭാഗമായിരുന്നു. സുവിശേഷം എവിടെയൊക്കെ പറയും അവിടെയൊക്കെ ഇവൾ ചെയ്ത പ്രവൃത്തിയും അറിയപ്പെടുമെന്നാണ് വായിച്ചത്. അപ്പോൾ തന്നെ എന്നോട് പരിശുദ്ധാത്മാവ് പറഞ്ഞു, ഫസ്റ്റ് റാങ്ക് ലഭിക്കും, അറിയപ്പെടുന്നവളാകും നിൻ്റെ മകൾ. അത് സംഭവിച്ചു. അവൾക്ക് BScക്ക് 1 റാങ്ക് ലഭിച്ചു. മലയാള മനോരമ പത്രത്തിൽ വാർത്ത വന്നു. അവൾ അറിയപ്പെട്ടു. കോളേജിന് റാങ്ക് നേടിക്കൊടുത്തതിൻ്റെ സന്തോഷത്തിൽ ബോണ്ട് ഇല്ലാതാക്കി. മാത്രവുമല്ല, ഭാരതിയാർ യൂണിവേഴ്സിറ്റിയിൽ തന്നെ MSc ബയോടെക്നോളജിക്ക് പഠിക്കാൻ കഴിഞ്ഞു. ഒരുപാട് അത്ഭുതങ്ങൾ കർത്താവിലൂടെ ദൈവം ചെയ്തിട്ടുണ്ട്. എല്ലാം പറയാൻ എനിക്ക് കഴിയില്ല. ചില നിർണായക നിമിഷങ്ങളിലെ അത്ഭുതങ്ങളാണ് പങ്കുവയ്ക്കുന്നത്. അടുത്തത്, ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഏക വരുമാന മാർഗം എൻ്റെ ഭർത്താവിൻ്റെ അപ്പോൾസറി വർക്കാണ്. തൃശ്ശൂർ കോട്ടപ്പുറത്ത് സ്വന്തം സ്ഥാപനത്തിൽ തന്നെ ആണെങ്കിലും ഒരു വരുമാനവും ഇല്ലാതെയായ സന്ദർഭം. ബന്ധുക്കളുടെ സഹായം കൊണ്ട് എത്രകാലം ജീവിക്കും? പീടിക വാടകയ്ക്ക് കൊടുക്കാൻ ബന്ധുക്കൾ തന്നെ ആളുകളെ കൊണ്ടുവന്നു. എന്നാൽ എൻ്റെ ഭർത്താവ് അതിന് സമ്മതമല്ല. ഈ കാര്യത്തിൽ ഞങ്ങൾ തമ്മിൽ വഴക്കുകൂടി. പക്ഷേ എനിക്ക് മനസ്സിലായി, ഇദ്ദേഹത്തെ പറഞ്ഞ് ചെയ്യിപ്പിക്കാൻ കഴിയില്ല. ദൈവം ഇടപെടണം. ഇവിടെ ഞാൻ മൗനം പാലിച്ചു. ഡയറിയിൽ എഴുതി പ്രാർത്ഥിച്ചു. നല്ലൊരു കസ്റ്റമർ വന്നു. വാടകയ്ക്ക് ചോദിച്ചു. അന്ന് ഇറങ്ങിപ്പോകുമ്പോൾ എന്നോട് പറഞ്ഞു, എൻ്റെ സ്ഥാപനം മറ്റൊരാളുടെ കയ്യിൽ ഞാൻ കൊടുക്കില്ല. വരുന്നവനോട് കൊടുക്കില്ല എന്ന് തന്നെ ഞാൻ തറപ്പിച്ച് പറയും. ഞാനൊന്നും മിണ്ടിയില്ല. അപ്പോൾ തന്നെ കർത്താവിനോട് കരഞ്ഞുകൊണ്ട് ഡയറിയിൽ എഴുതി വചനഭാഗം എടുത്തു. മുന്തിരിത്തോട്ടം കൃഷിക്കാർക്ക് കൊടുക്കുന്ന ഭാഗം. പരിശുദ്ധാത്മാവ് പറഞ്ഞു, കട വാടകയ്ക്ക് കൊടുക്കും. കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭർത്താവിൻ്റെ ഫോൺ വന്നു. വല്ലാതെ തല ചുറ്റുന്നു. പീടിക വാടകയ്ക്ക് കൊടുക്കാം. അങ്ങനെ പീടിക വാടകയ്ക്ക് കൊടുത്തു. മകളെ പഠിപ്പിക്കുവാനും ജീവിക്കുവാനും പിന്നീട് ആരെയും ആശ്രയിക്കേണ്ടി വന്നില്ല. അടുത്തത്, എൻ്റെ പിതാവിൻ്റെ ഷെയറായി തന്ന സ്ഥലം വിറ്റ അത്ഭുതമാണ്. മുൻ വീഡിയോയിൽ പറഞ്ഞിരുന്നല്ലോ, എൻ്റെ സ്ഥലത്തിന് വഴിയില്ലായിരുന്നു. മുന്നിൽ വെള്ളം പോകുവാനുള്ള ചാലായിരുന്നു.
ആ ചാല് നന്നാക്കാനായിട്ട് പഞ്ചായത്ത് ഒരു ശ്രമം നടത്തി. അതിൽ റെഡിയാക്കി മണ്ണ് ഇട്ട് ശരിയാക്കി. അന്ന് വേനൽക്കാലമായിരുന്നു. ആളുകൾ സുഗമമായി നടന്നുപോയി. വഴി വരും എന്ന് കരുതി ഒരാൾ അവിടെ സ്ഥലം വാങ്ങി. മഴക്കാലം വന്നപ്പോൾ മണ്ണ് മുഴുവൻ ഒലിച്ചുപോയി. പഴയതിനേക്കാൾ കഷ്ടം. ആർക്കും അതിലെ നടക്കാൻ പോലും പ്രയാസം. പഞ്ചായത്ത് കൂടിയെങ്കിലും നടന്നില്ല. കാരണം കാന വെട്ടി ഇടാനുള്ള വീതി ഇല്ലാത്തത് കൊണ്ട് തിരസ്കരിക്കപ്പെട്ടു. പിന്നെ അവിടെ നടന്നത് അത്ഭുതം തന്നെയായിരുന്നു. കൂടുതൽ സ്ഥലം വാങ്ങിച്ച ആ ആൾ ലക്ഷങ്ങൾ സ്വന്തം കയ്യിൽ നിന്ന് എടുത്ത് കാന ഉണ്ടാക്കി ഒരു ലോറി പോകാൻ തക്കവിധം വഴി ഉണ്ടാക്കി. ഇപ്പോൾ അത് പഞ്ചായത്ത് ഏറ്റെടുത്ത് കോൺക്രീറ്റ് റോഡാക്കി. വെറും 3 ലക്ഷത്തിന് 6 സെൻറ്റ് എന്നോട് ചോദിച്ചെടുത്ത് 1 സെൻറ്റിന് 3 ലക്ഷം കിട്ടി. എൻ്റെ മകളുടെ വിവാഹം കഴിക്കുവാനും പഠിപ്പ് പൂർത്തിയാക്കുവാനും ദൈവം എനിക്കായി അത്ഭുതം ചെയ്തു. ഈ സംഭവം 2011 നടന്നത്. എൻ്റെ മകളുടെ വിവാഹവും എനിക്ക് അത്ഭുതമായിരുന്നു. അവളെ ഒരു നേഴ്സ് ആക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ അത് അവൾക്ക് ഇഷ്ടമല്ലായിരുന്നു. അപ്പോൾ പിന്നെ എൻ്റെ ആഗ്രഹം ഒരു നേഴ്സിനെ കൊണ്ട് കെട്ടിക്കണമെന്നായി. ഞാനത് ഡയറിയിൽ എഴുതി വെച്ചു. അവൾ പഠനം പൂർത്തിയാക്കി വന്നപ്പോൾ വിവാഹാലോചനകൾ വന്നു. നേഴ്സ് ആകണമെന്ന ആഗ്രഹങ്ങളൊക്കെ ഞാൻ വിട്ടു. ഒരു ഗൾഫിൽ ജോലിയുള്ള ഒരു പയ്യൻ വീട്ടുകാരുമായി കല്യാണം നിശ്ചയിച്ചു. പയ്യൻ വന്നിട്ട് ഉറപ്പിക്കാമെന്ന് പറഞ്ഞു. എന്നാൽ 1 വർഷം കഴിഞ്ഞിട്ടും ചെറുക്കൻ വന്നില്ല. അവർ പറഞ്ഞു, ഞങ്ങളുടെ ചെറുക്കിന് വേണ്ടി കാത്തു നിൽക്കേണ്ട, അവന് മറ്റൊരു കമ്പനിയിലേക്ക് ജോലി മാറി, ഇപ്പോൾ വരാൻ കഴിയില്ല. വീണ്ടും ഞാൻ ആലോചനകൾ തുടങ്ങി. മാട്രിമോണി പരസ്യം കൊടുത്തു. ഒന്നും ഒക്കുന്നില്ല. കത്തോലിക്ക വിഭാഗത്തിലേക്ക് കൊടുക്കാൻ കഴിയില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു സൺഡേയിൽ പുലർച്ചെ പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു, ഇന്നത്തെ മലയാള മനോരമ മാട്രിമോണി പരസ്യത്തിൽ നിൻ്റെ മകൾക്കുള്ള വരനുണ്ട്. അങ്ങനെ ആ വിവാഹം നടന്നു. ഗൾഫിൽ ജോലിയുള്ള ഒരു നേഴ്സായിരുന്നു വരൻ. ഞാൻ ഡയറിയിൽ എഴുതിയത് മറന്നുപോയി. എന്നാൽ എൻ്റെ കർത്താവ് അത് മറന്നില്ല. പിന്നെ എടുത്തു പറയേണ്ട ഒരു അത്ഭുതം തന്നെ ആയിരുന്നു എൻ്റെ മകൾക്ക് ഗൾഫിൽ ക്വാളിറ്റി കൺട്രോളറായി ജോലി കിട്ടിയത്. സാധാരണ സ്ത്രീകൾക്ക് നേഴ്സുമാർക്കാണ് കൂടുതൽ ശമ്പളം കിട്ടുക. പിന്നെയുള്ള ജോലികളൊക്കെ വളരെ തുച്ഛമായ ശമ്പളത്തിലാണ് പോകുന്നത്. പിന്നെ ഞാൻ അതുകൊണ്ട് എൻ്റെ മകൾ ഇതുപോലെ ഒരു വാട്ടർ കമ്പനിയിൽ ഇൻ്റർവ്യൂവിന് ചെന്നപ്പോൾ ഇവളുടെ സർട്ടിഫിക്കറ്റുകൾ സ്വീകരിച്ചതിൽ റാങ്കിൻ്റെ സർട്ടിഫിക്കറ്റ് QC സർട്ടിഫിക്കറ്റ് ആണെന്ന് തെറ്റിദ്ധരിച്ച് ലേബർ കാർഡ് അടിച്ചു. പിന്നീട് അതിൻ്റെ MD കമ്പനി ചെലവിൽ QC പഠിപ്പിച്ച് സർട്ടിഫിക്കറ്റ് കിട്ടി. നല്ല ജോലി കിട്ടി. ആഴ്ചയിൽ 2 ദിവസം ഓഫുണ്ട്. കുടുംബത്തിന് ട്രീറ്റ്മെൻ്റ് എല്ലാം ഫ്രീ ആണ്. നല്ല ഫെസിലിറ്റി ഉള്ള ജോലി. അടുത്തത് പിന്നെ എൻ്റെ രോഗം മാറിയതാണ്. അത് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഒരു ദിവസം പോലും മരുന്നുകളില്ലാതെ എനിക്ക് ഉറങ്ങാൻ കഴിയുമായിരുന്നില്ല. മരുന്ന് കഴിച്ചില്ലേൽ അപ്പോൾ ആസ്മ വരും, പിന്നെ ഇഞ്ചക്ഷൻ വേണ്ടി വരും. എന്നിട്ടും മാറിയില്ലെങ്കിൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കണം. അതുമാത്രമല്ല, പിന്നീട് ലങ്സ് സ്റ്റക്കായി പോകുന്ന രോഗം കൂടി വന്നു. ഷുഗർ വന്നു. എല്ലാത്തിൽ നിന്നും കർത്താവ് വിടുവിച്ചു. 10 വർഷമായി മരുന്നുകളില്ലാതെ ജീവിക്കാൻ സാധിക്കുന്നു. ആസ്മയ്ക്ക് കാരണമായത് എൻ്റെ ഓർമ്മ വച്ച കാലം മുതൽ ഇങ്ങനെ തലയിൽ നിന്ന് നീരിറങ്ങുന്ന ഒരു അനുഭവം. അത് നെഞ്ചിലിങ്ങനെ കഫം കെട്ടി വലിയ ബുദ്ധിമുട്ടുണ്ടാവും. അതിൽ നിന്ന് പോലും കർത്താവ് എന്നെ വിടുവിച്ചു. പിന്നെ എനിക്ക് പറയാനുള്ളത് മറ്റൊരു രോഗസൗഖ്യം കൂടിയാണ്. അത് എൻ്റെ മകളുടെ കുഞ്ഞിൻ്റെ രോഗസൗഖ്യമാണ്. കുഞ്ഞ് ജനിക്കുമ്പോൾ തന്നെ തലയിൽ ഒരു മുഴയുണ്ടായിരുന്നു. ഡോക്ടർ പറഞ്ഞു ഓപ്പറേഷൻ വേണമെന്ന്. എനിക്ക് വലിയ വിഷമമുണ്ടാക്കി. കൊച്ചു കുഞ്ഞിനെ എങ്ങനെ ഓപ്പറേഷൻ ചെയ്യും? രാത്രി കർത്താവിനോട് പ്രാർത്ഥിച്ചു. അടുത്ത ദിവസം കുഞ്ഞ് തുമ്മിയപ്പോൾ എന്തോ ഒരു വെളുത്ത സാധനം മൂക്കിൽ നിന്ന് പോയി, മുഴയില്ലാതായി. ഇങ്ങനെ വലിയ അത്ഭുതങ്ങളിലൂടെയാണ് എൻ്റെ ജീവിതം കടന്നുപോയത്. ജീവിതത്തിൽ എത്ര വലിയ പ്രശ്നങ്ങൾ വന്നാലും നിർണായക മുഹൂർത്തത്തിൽ ദൈവം ഇടപെടും. തീർച്ചയായും
നിങ്ങളുടെയും ജീവിതത്തിൽ ദൈവത്തിന് ഇടപെടേണ്ടതിന് യേശു ക്രിസ്തുവിനെ നിങ്ങളുടെ കർത്താവും ഗുരുവുമായി സ്വീകരിക്കുക. ഇത് എല്ലാവരും ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.